ചൈനീസ് ഉൽപ്പന്നങ്ങളെ കുറിച്ച് പലതരം തമാശകളുണ്ട്. ചില രാജ്യങ്ങൾ ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തു. അവസരം മുതലാക്കി ചൈന അതേസമയം തന്നെ ടീഷർട്ടുകൾ പ്രിന്റ് ചെയ്യാൻ തുടങ്ങി. ബോയ്ക്കോട്ട് ചൈന, ബാൻ ചൈനീസ് പ്രൊഡക്ട്സ് തുടങ്ങിയ മാറ്ററുകളാണ് ടീഷർട്ടിൽ പതിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും കച്ചവടം ചൈനയ്ക്ക് നഷ്ടപ്പെടരുത് എന്നാണ് അവരുടെ ചിന്ത. ഇത് തമാശയാണെങ്കിലും സമാനമായ ഒരു സംഭവമാണ് ഇപ്പോൾ ചർച്ച. ചൈനയും അമേരിക്കയും തമ്മിൽ അത്ര നല്ല ബന്ധമല്ല. പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിനോട് ചൈനയ്ക്ക് തീരെ താല്പര്യമില്ല. ട്രംപുമായുള്ള ബന്ധം അത്ര സുഖകരമല്ലെങ്കിലും ചൈനയിൽ നിന്നുള്ള ട്രംപ് പ്രതിമയ്ക്ക് ഇപ്പോൾ ഓൺലൈനിൽ വൻ ഡിമാൻഡാണ്. ബുദ്ധനെ പോലെ പാതി കണ്ണടച്ച് തലലേശം കുനിച്ച് ധ്യാനത്തിൽ എന്ന പോലെ ചമ്രം പടഞ്ഞിരിക്കുന്ന ട്രംപിന്റെ പ്രതിമയാണിത്. ബുദ്ധന്റെ ശാന്ത സ്വഭാവവുമായി ട്രംപിന് ബന്ധമൊന്നുമില്ലെങ്കിലും പ്രതിമ ആളുകൾക്ക് ഇഷ്ടമായി. ചൈനീസ് ശില്പിയായ ഹോങ് ജിൻഷിയാണ് ശില്പം രൂപകൽപ്പന ചെയ്തത്. പോർസലൈൻ പ്രതിമ പല വലിപ്പത്തിൽ ലഭിക്കും. പ്രതിമയുടെ വലിപ്പം അനുസരിച്ച് $140 മുതൽ $2700 വരെയാണ് വില. ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റിയാൽ ഇത് 12,000 രൂപ മുതൽ 2,33,000 രൂപ വരെ വില വരും. ട്രംപ് ആരാധകരായ അമേരിക്കക്കാരാണ് സ്വാഭാവികമായും പ്രതിമ വാങ്ങുന്നത്. ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമായ തൗബൗ വഴിയാണ് വിൽപ്പന. കഴിഞ്ഞ തവണ ട്രംപിന്റെ കാലത്ത് രൂപം നൽകിയതാണെങ്കിലും ഹിറ്റായത് ട്രംപിന്റെ രണ്ടാം വരവിലാണ്. തമാശയായി ട്രംപിന്റെ രൂപം കൊടുത്തതാണ് പ്രതിമയ്ക്കെന്നാണ് ശില്പി ഹോങ് പറയുന്നത്. അമേരിക്ക ചൈന ബന്ധത്തെക്കുറിച്ചൊക്കെ ചോദിച്ചാൽ തൽക്കാലം ഞാൻ ഈ നാട്ടുകാരനേ അല്ല എന്ന മട്ടിലാണ് പ്രതികരണം. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധമൊക്കെ ഭരണാധികാരികൾ നോക്കിക്കോളും. പ്രതിമ ഹിറ്റായി വിറ്റുപോകുന്ന സമയത്ത് ഇതേക്കുറിച്ച് പറഞ്ഞ് ഉള്ള കച്ചവടം കളയാൻ എന്തായാലും ഹോങ് തയ്യാറല്ല. ഒരു തരത്തിലും സാമ്യമില്ലാത്ത ബുദ്ധനെയും ട്രംപിനെയും കൂട്ടിയോജിപ്പിക്കുക വഴി കാണുന്നവരിൽ ഉണ്ടാകുന്ന ചിരിയും കൗതുകവുമാണ് ശില്പത്തെ പ്രിയപ്പെട്ടതാക്കുന്നതെന്നാണ് ശില്പിയുടെ അഭിപ്രായം. സാധാരണ ഭരണാധികാരികളെ പോലെ അല്ല ട്രംപ്. അതീവ ഗൗരവക്കാരനല്ലെന്ന് മാത്രമല്ല, എപ്പോഴും ഓൺലൈനിൽ സജീവമായി നിൽക്കുന്ന ആളുമാണ്. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ പ്രതിമയ്ക്ക് താല്പര്യക്കാർ കൂടും. അമേരിക്കൻ ആധിപത്യം സ്ഥാപിക്കാനായി ട്രംപ് അമേരിക്കക്കാർക്ക് മുന്നിൽ വെച്ച നിങ്ങളുടെ കമ്പനിയെ വീണ്ടും മികച്ചതാക്കുക എന്ന മുദ്രാവാക്യത്തിന്റെ ചൈനീസ് പതിപ്പും സിറാമിക് പ്രതിമയുടെ കവറിൽ അച്ചടിച്ചിട്ടുണ്ട്. സമാനമായ തരത്തിൽ മറ്റൊരാളിന്റെ പ്രതിമയിൽ കച്ചവട സാധ്യത കണ്ടെത്തുകയാണ് ഈ ചൈനീസ് ശില്പി. മറ്റാരുമല്ലത് ട്രംപിന്റെ അടുത്ത സുഹൃത്തു കൂടിയായ ആൾ തന്നെ, ഇലോൺ മസ്ക്. കോഹ കവചം ധരിച്ച് സൂപ്പർ ഹീറോ അയൺമാൻ ശൈലിയിലാണ് ശില്പം രൂപകൽപ്പന ചെയ്യുന്നത്. ഞരമ്പിൽ നിന്നും കുതിച്ചുയരുന്ന റോക്കറ്റ് കൂടി ചേരുന്നതാണ് മസ്കിന്റെ പ്രതിമ. ചൈന അമേരിക്ക ബന്ധം എങ്ങനെയായാലും ചൈനയിൽ രൂപകൽപ്പന ചെയ്ത് അവിടെ നിർമ്മിക്കുന്ന ട്രംപ് പ്രതിമയ്ക്ക് അമേരിക്കയിൽ നല്ല ഡിമാൻഡുണ്ട്. മികച്ച ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക എന്നതിനേക്കാൾ പ്രധാനമാണ് ഓരോ സമയത്തെയും കച്ചവട സാധ്യത തിരിച്ചറിഞ്ഞ് അതിലേക്ക് കടക്കുക എന്നത്. അവിടെയാണ് ഹോങ്ങിന്റെ ജയം.